ഹായ് ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ മുന്നേ കേട്ടോ, എത്രയോ മുന്നേ ഉണ്ടാക്കിയ ടൈമിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വട്ടം അത് വീഡിയോ എടുത്തും ചെയ്തിരുന്നു. പക്ഷേ അന്ന് എന്തോ ഒരു പ്രശ്നം കൊണ്ട് ആ വീഡിയോ ഇടാൻ പറ്റിയില്ല. അതിലെന്തോ മൈക്ക് ഓണാക്കാൻ മറന്നുപോയി, അങ്ങനെ എന്തോ പ്രശ്നം പറ്റിയിട്ട് ആ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടിയും ലോഡഡ് ഫ്രൈസ് ഇന്നലെ എല്ലാവരും അഭ്യർത്ഥന മൂലം ഇവിടെ പിന്നെ വീട്ടിലും എല്ലാവരും പറഞ്ഞു ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കണം, കുറേ കാലമായി ഉണ്ടാക്കിയിട്ട്. എൻ്റെ ലോഡഡ് ഫ്രൈസിന് ഇവിടെ ഭയങ്കര ഫാൻസാണ് കേട്ടോ. എന്താ ചെയ്യുക, എല്ലാവർക്കും എൻ്റെ ലോഡഡ് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ നമുക്ക് പോയിട്ട് ആദ്യം സാധനങ്ങൾ വാങ്ങാം. ഇന്നാണെങ്കിൽ ഇപ്പച്ചിൻ്റെ സ്കൂളിൽ നിന്ന് തുറവയാണ്, നോമ്പ് തുറപ്പിക്കലാണ്. നമ്മളിങ്ങനെ തുറവി പറഞ്ഞാൽ വൻ പ്രശ്നമാണ്. നോമ്പ് തുറ ആണ് ഇപ്പച്ചിൻ്റെ സ്കൂളിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടേസ്റ്റിംഗ് സെഷൻ നോമ്പ് തുറക്കുന്ന ടൈമിൽ നടക്കലുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ച് പോയിട്ട് നമ്മൾ പോയി വന്നിട്ട് സാധനം ഉണ്ടാക്കിയിട്ട്, അതായത് ചീസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ ആ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പോയി നോമ്പ് തുറന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പോയി വെക്കാം. ലെറ്റ്സ് ഗോ. റോക്കറ്റ് കമ്പിത്തിരി ഗബ്രിയേലിൻ്റെ എന്താ ചിരിക്കണ കേസ്. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് തളി അടഞ്ഞു വെക്കല്ലേട്ടാ. ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാം. പിന്നെ ഇത് ഒരുപാട് തവണ ഉണ്ടാക്കിയുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എന്താ വാങ്ങേണ്ടതെന്നൊന്നും ലിസ്റ്റ് ചെയ്തേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ പോയി സാധനം എടുത്താൽ മതി. ഫുൾ നമുക്കറിയാം എന്തൊക്കെയാണ് വാങ്ങേണ്ടത്. വലിയ എന്തോ പരിപാടി നടക്കണത്. എന്തിനാ ഈ കൊട്ടെടുത്ത്? ഞാൻ മര്യാദക്ക് മറ്റേ എടുക്കാൻ പോയതല്ലേ. അതാണ് ഉന്താനൊരു വൈബ്. ഇത് ഉന്താനൊരു രസമില്ല. ഇത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രൈസാണ് ആവശ്യമുള്ളത്. ഫ്രൈസ് ഇതുപോലെ ഇവിടെ ഗൈസ്. അങ്ങനെ നമ്മൾ ഫ്രൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വേണ്ടത് എന്താണ് അടുത്ത വേണ്ടത്? ബട്ടറാണ്. പിന്നെ മൊസറല്ല ചീസ്. അത് നമ്മൾ ഒരു കുറവും വരുത്താൻ പാടില്ല. മൊസറല്ല ചീസാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. അപ്പോൾ അത് നമ്മൾ നല്ല കൊടുക്കണം. അതിവിടെ ഇല്ലേ? അതാ എത്തിച്ചു നമ്മളെ. മൊസറല്ല ചീസ് ഇല്ല. മൊസറല്ല ചീസ്. ഒരു ഹായ് കൊടുക്ക. ഹായ്. അവൾ അറ്റൻഷനിൽ നിൽക്കുക കേട്ടോ. ഇങ്ങനെ ഹായ്. മെല്ലെ വരുന്നുള്ളൂ. അയൺമാനാണ്. ഇത് കുറച്ച് സ്ലോ ആട്ടോ. കിട്ടിയോ? മറ്റേ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കില്ല അല്ലേ ആ കട്ട? അതാണ് ഞാൻ തരുന്നത്. ഒന്നൂടി ഇതിലേതാ നല്ല? ഇതാകാൻ നല്ലേ ചെഡാർ ചീസാണല്ലേ. നന്നത് ഇത് ഗൈസ്. അപ്പോൾ നമ്മൾ സാധനം ആദ്യമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് താഴത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടില്ല. ഇനി എന്താ ഉണ്ട്? ഇനി നമ്മൾ സോസിൻ്റെ സെഷനിൽ പോവാം. എക്സ്ക്യൂസ് മീ, മേ ഐ കം? യെസ് സാർ, താങ്ക് യു. ദീപക്കത്തൂതിട്ടുള്ള മലരല്ലേ. ആദ്യം തന്നെ നമ്മൾ ഇതൊരു കിടിലൻ സാധനം കേട്ടോ. ഇപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിനും കൊടുത്ത് കഴിക്കാൻ പറ്റും. ഇത് ബ്രോസ്റ്റൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ പുറത്തിട്ട് തിന്നാൻ പറ്റും. പിന്നെ ഇതിലെന്താ എഴുതിക്കുന്നത്? പെരി റൈസ്, പെരി വടാപ്പാവ്, പെരി നൂഡിൽസ്, പെരി ഫ്രൈസിലാണ് ഇത് മെയിനായിട്ട് വർക്കൗട്ട് ആകുക. നമ്മൾ ഓർഡർ ഫ്രൈസ് ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ടോപ്പ് ചെയ്യലുണ്ട് സാധനം വെച്ചിട്ട്. അപ്പോൾ നല്ല രസമാണ്. ഒറിഗാനോ ഇവിടെ ഇതിൽ ചേച്ചി? ഒറിഗാനോ അല്ല,
ആ എന്താ കണ്ണാണ് അത് എനിക്ക് ഒക്കെ മുന്നിൽ തന്നെ ഉണ്ടായിട്ട്. സാധാരണ ഒറിഗാനോ പച്ച കളറിലല്ലേ ഉണ്ടാവല്? ആ ഞാൻ പച്ച കളറിലാണ് തപ്പിയത്. നമ്മൾ ഒറിഗാനോ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ സോസുകൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മയോണൈസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സാൻഡ്വിച്ച് സ്പ്രെഡ് ഇറങ്ങിയ സോസ് ഉണ്ട്. പിന്നെ ഇത് വെജ് തന്തൂരി കേട്ടോ. സാധാരണ നമ്മൾ നോർമൽ തന്തൂരി മയോണൈസാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെജ് തന്തൂരിയാണ്. നോർമൽ ഇല്ലാത്തതുകൊണ്ടാണ് വെജ് തന്തൂരി എടുത്തത്. തന്തൂരി മയോണൈസ് അടിപൊളി മയോണൈസ് കേട്ടോ, ഭയങ്കര രസമാണ്. ഈ ലോഡഡ് ഫ്രൈസിൽ ശരിക്കും ആരും യൂസ് ചെയ്യാത്ത സാധനമാണ്, പക്ഷേ ഞാൻ എൻ്റെ സ്റ്റൈൽ ഇങ്ങനെ ഉണ്ടാക്കൽ. അത് അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല രസമാണ്. നിങ്ങൾ ഈ ഒരു സ്റ്റൈലിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. വേറെ എന്താ എടുക്കണ്ട്? ആലിക്കട്ടാ ആദ്യം ഫ്രൈസ് ഇടും. ഇന്നലെ രാത്രി വാങ്ങിയതാ. ആരി നിഹാലിക്കല്ല കേട്ടോ, എൻ്റെ ഒരു കൂട്ടുകാരൻ നിഹാലുണ്ട്. അവനായിട്ടൊന്ന് കാലങ്ങൾക്ക് ശേഷം അവൻ നീച്ചിനും പഠിക്കാണ്ട് അവനെ കാണാൻ കിട്ടില്ല. അപ്പോൾ ഒന്ന് വെറുതെ അവനൊന്ന് ഇന്നലെ കാണാൻ പോയതാ. അതിലിട്ട് മാന്തി പിടിച്ചിട്ട് ആടോ പൂച്ച പോലും ഇങ്ങനെ മാന്തൂല. ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ ലോഡഡ് ഫ്രൈസ് അതാണ് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ വേറെ കുറച്ച് തിന്നാനുള്ള സാധനങ്ങൾ വെറുതെ വാങ്ങി വെച്ചിക്കണ്. അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ എനിക്ക് നോമ്പൊന്നും ഇല്ല. ഇത് നോമ്പ് തുറന്നിട്ട് തിന്നാനുള്ള കേട്ടോ, അല്ല ഇപ്പം തിന്നാനല്ലേ. അപ്പോൾ ചിക്കനും കൂടി വാങ്ങാണ്ട്. ഇത് വണ്ടി വെച്ചിട്ട് വരാം അല്ലേ? ഇത് വണ്ടി വെച്ച് വരാം, ചിക്കൻ വാങ്ങണ്ടേ? വണ്ടി കൊണ്ടുവരും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ സാധനം ഉണ്ടാക്കിയില്ല, നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാരിനേറ്റ് ചെയ്യണം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം ഞാൻ എന്തൊക്കെ പറഞ്ഞുതരാം. നമ്മൾ ഫ്രൈസ് എടുത്തിട്ട് നമ്മൾ കുറച്ച് തോന ഫ്രൈസ് എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് തോന ആൾക്കാരുള്ളതുകൊണ്ട്. പിന്നെ അതേപോലെ മൊസറല്ല ചീസ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇങ്ങനത്തെ മയോണൈസ്, ഇതൊക്കെ നല്ല ഞാൻ വാങ്ങിയപ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മയോണൈസ്, തന്തൂരി മയോണൈസ്, ഒറിഗാനോ, കുറച്ച് പിരി മസാല, പിന്നെ ഇങ്ങനെ സാൻഡ്വിച്ച് സ്പ്രെഡ്, അങ്ങനെ കുറച്ച് സോസുകൾ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പോളിക്കും. പിന്നെ അല്ല മസാല പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാരിനേറ്റ് ചെയ്യാം കേട്ടോ. ഉണ്ടാക്കിക്കോളി. അഥവാ അത് പാളാണെങ്കിൽ പാളലില്ല, നമ്മൾക്കൊന്നും അങ്ങനെ പാളി ചരിത്രമല്ല ഇല്ല. അപ്പോൾ ഇതിന് നമ്മൾ മസാല എന്തൊക്കെയായിരുന്നു? 6 ഉണ്ടായിരുന്നല്ലോ. കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുട്ട അങ്ങനെ കുറച്ച് മസാലകൾ കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാണ് നമ്മൾ മസാല. ഇത് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് നമ്മൾ ചെറിയ പീസസ് ആക്കും. അപ്പോൾ മസാല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാരിനേറ്റ് ചെയ്യുക. ചിലവർ ബ്രോസ്റ്റഡ് ടൈപ്പിൽ ചെയ്യലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈഡ് അങ്ങനത്തെ ഒരു മൂടാൻസ് നിങ്ങൾ അങ്ങനെ ചെയ്യാം. കോൺഫ്ലോർ ഒക്കെ ഇട്ടിട്ട് ചെയ്യലുണ്ട്. അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ എണ്ണ നമ്മൾ ചൂടാക്കാൻ വെച്ചിക്കണ്. നമുക്ക് ഇനി ഫ്രൈസ് പൊട്ടിച്ചിട്ട് ഓരോന്നായി പൊരിച്ചു തുടങ്ങും. ഇത് ഫ്രിഡ്ജിക്കാൻ വെച്ചു. ഇത് നമ്മൾ കാണിക്കാൻ വേണ്ടി ഇവിടെ വെച്ചാണ്. ഇത് ഫുൾ അലിഞ്ഞു പോകും. ഇനി നമുക്ക് ഫ്രൈസ് ഓരോന്ന് ഫസ്റ്റ് ഫ്രൈസ് പൊരിച്ചെടുക്കുക. പിന്നെ വയ്യ നമ്മൾ ഓരോരോ പ്രോസസ്സ് പറഞ്ഞുതരാം. പേടിക്കല്ലേ ഗൈസ്. അപ്പം നമ്മളെ ഫ്രൈസ് നമ്മൾ കുറച്ച് പൊരിച്ചെടുക്കാം. ഇന്നത്തെ സ്പെഷ്യൽ ലോഡഡ് ഫ്രൈസ് അല്ല, ഇത് നാടനല്ല. നാടൻ എന്ന് പറയാം, കാരണം ബാക്കിയുള്ളവരിൽ ഉണ്ടാക്കണ പോലെ അല്ലേ ഞാൻ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയത്. ഇല്ല അവിടെ ഇപ്പൊ തന്നെ കോരല്ലേ? അടി പിടിക്കാതെ കൊടിക്കോ. പിടിച്ചോ. എന്ത് പത്രാണ് പോയത്? പിടി പക്കടോ. നമ്മളെ ആട്ടിൻകുട്ടി അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അനുവിൻ്റെ വ്ളോഗിൽ തന്നെ കാണാം. നമ്മളത് ആട്ടിൻകുട്ടീനെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ? കുട്ടിശങ്കരൻ, മേലകത്ത് കുട്ടിശങ്കരൻ. അതവിടെ പേരും തീറ്റ കേട്ടോ. എന്താ പേരിട്ട്? തെച്ചിക്കാട്ട് രാമചന്ദ്രൻ. അതാണ് പേര്. മാറ്റി അപ്പോൾ പേര് അതന്നെ. നമ്മൾ ആനക്കും അങ്ങനെ ആടിനുണ്ട് ഇട്ടു. തെച്ചിക്കാട്ട് രാമചന്ദ്രൻ. കയർ ടൈറ്റ് ആക്കിയാലോ? ഫ്രൈസ് തെച്ചിക്കാട്ട് രാമചന്ദ്രൻ. നോക്കി രാമചന്ദ്രൻ.
രാമച്ചൻ മന്ത്രി. ആട് ഇതിലെ പോയി അതിലെ വന്നാലേ കയറ് നേരമുള്ളൂ. എനിക്ക് കുക്ക് ചെയ്യാനുള്ളതാണ്. ഇജൊന്ന് റെഡി ആക്കിക്ക. അതിനെങ്ങനെ ഇതിനുള്ള കൂടെ എടുത്താ അതിലല്ല ഇതിനുള്ള കൂടെ എടുത്താ അതിലെ കൊണ്ടോ കൊൺമാനെ ഇവിടെ പാടാ ബാദർ എന്ത് മണ്ടം എന്റെ തലേ കിട്ടാ. മെച്ചിയെ ഫ്രൈസ് ഒന്ന് ശ്രദ്ധിക്ക്. ഉള്ളിത്തോല് നമ്മൾ കൊടുത്തല്ലേ? നമ്മൾ കൊടുത്തതാ നല്ല ഒന്നാം തരം പ്ലാവിന്റെ അല്ല, ഫസ്റ്റ് ക്വാളിറ്റി നേരെ പറിച്ചെടുത്ത്. ഏയ് അതൊന്നും പോരാ. ഒരു ഗജവീരൻ ടൈപ്പ് പേര് വരണം. ഗജകേശവൻ ബാ രാമേന്ദ്ര ബോസിന്റെ അല്ലേ പ്ലാവിന്റെ ഉമ്മച്ചിന്റെ ചെടി ഏതൊക്കെയോ തിന്ന് തോന്നണേ. ആയോ? നൂറയാണ് ശ്രദ്ധിച്ചത് കേട്ടോ. താങ്ക് യു. ഇതേക്കാൻ മഡ്ഡ പൊരിച്ചിട്ട് ഉമ്മ ആ അങ്ങനെ എന്തെങ്കിലും ഒരു കൊട്ട പോലത്തെ ക്രിസ്പി സൗണ്ട് കിട്ടണ്ടാവും കിട്ടുണ്ടാവും അല്ലേ? കഴിച്ചോക്ക്. മുമ്പുണ്ടായി കുപ്പി എങ്ങനെ രസം നോക്കാൻ പറഞ്ഞ ഒറ്റ നോക്കല്. ഹെൽപ്പർ അല്ല, അസിസ്റ്റന്റ് ഷെഫ്. അങ്ങനെ ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴ്ത്താൻ പാടില്ല. എന്നാ വെള്ളിയാഴ്ചയാണ് അതിന്റെ ഒരു ഭക്തി അല്ലേ? അടുത്ത വിളിച്ചാക്കണോ? ദമ്മിനെ നമുക്ക് കമ്മില്ല. തിന്നോക്കിയത് ടേസ്റ്റ് ഉണ്ടോ? മോട്ടിവേഷൻ കൊടുക്കണം. നിങ്ങളെവിടുത്തെ ഷെഫേന്? സൗദി രാജകുടുംബത്തിലെ പറഞ്ഞുകൊടുത്താണ് പരിപാടി എത്ര പെട്ടെന്നാ ഞാനാക്കി വരുന്നുള്ളൂ. എനിക്ക് എത്ര സ്പീഡില്ല, കോഴിട്ടേക്കാരുടെ സ്പീഡൊന്നും എനിക്കില്ല. അത് പഠിപ്പിച്ചേരി. അതെങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ഈ തരം ഇങ്ങനെ വരും. നമ്മള് കടല പൊടിച്ചില്ലേ, കടല പൊടിച്ച ഫില്ലിങ് വെക്കുക, ഒരു കറണ്ട് ഇങ്ങനെ വെറുതെ വെച്ച് കൊടുക്കുക. അപ്പൊ ഞമ്മക്ക് വെക്കണടാ എങ്ങനെ വെക്കുക? പോട്ടെ പോട്ടെ അഞ്ഞു നടക്ക് അത് നടക്ക്. അതെ ഒപ്പണ് വെക്ക. ഇതിങ്ങനെ ഇതിങ്ങനെ കൂടുതൽ 30 ഇവിടെ ഇരുന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ ഒപ്പം കൂടിയിട്ട് ശരിയായിട്ട് ഈ ലെവലും ഈ ലെവലും ഒരേ മാതിരി അതൊക്കെയോ സമൂസ ചുറ്റലെങ്കിൽ പഠിച്ചോ. കഴിഞ്ഞില്ലേ? ഫ്രൈസ് നമ്മൾ പൊരിച്ചൊരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഓരോന്നോരോന്നായി പൊരിച്ചെടുക്കാം. വെച്ചാ ഞാൻ ഉറപ്പായി എന്തോ പറ്റിക്കണമെന്നല്ല, അങ്ങനത്തെ ഒരു കൊരവളി പൊട്ടി വെച്ച ഇടൂലല്ലോ. എല്ലാ വകുപ്പുണ്ട് സത്യം. ഇന്ന് നല്ല രസമല്ല ഫുഡ്. പുളിക്കും അതിന് കേൾക്കണ്ട. അനു തന്നെ പറഞ്ഞു ഒന്ന് വായിക്ക് രുചിയുള്ളതല്ലോ തിന്നാ.
മണം വരുന്നുണ്ട് അല്ലേ? 6 മണിയാകുമ്പോഴത്തേന് ആയാൽ മതി. നല്ല മണക്ക് വരുന്നുണ്ട്. നമ്മളെ സ്പെഷ്യൽ മസാലയാണ്. സ്പെഷ്യൽ നല്ല കേട്ടോ എല്ലാവരും. ഏയ് മെല്ലെ ആവട്ടെ ഗൈസ്. അപ്പോൾ നമ്മളെ ഫ്രൈസും ചിക്കനൊക്കെ റെഡി ഉണ്ട്. ചിക്കനും ഒരു സെറ്റും കൂടി അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ 2 ലെയറായിട്ടാണ് ചെയ്യല്. എനിക്കങ്ങനെ ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈൽ ഇത് ഇപ്പോഴേ പറഞ്ഞില്ല. ഇതും കടയിൽ ഉണ്ടാക്കുന്ന ലോഡർ ഫ്രൈസും തമ്മിൽ യാതൊരു ബന്ധമല്ല. ഇതിൻ്റെതായ റെസിപ്പിയിൽ ഞാൻ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ തോന്നുമ്പോൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണം. പക്ഷേ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു വട്ടം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അത് വേറെ ടേസ്റ്റാണ് അല്ലേ മാ? കാര്യമില്ല തന്നെ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഒരു ഇത്തിരി പോകുന്ന പാത്രത്തൊക്കെ ഉണ്ടാക്കുക. നമ്മളൊരു വലിയ ഇത്ര പോകുന്നൊരു പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ അതിന് മാത്രം ആൾക്കാരുണ്ട്. അപ്പോൾ കൈയൊക്കെ നമ്മൾ കേക്ക് വൃത്തിയാക്കിക്കണം, പേടിക്കണ്ട. ആദ്യം നമ്മൾ ഫ്രൈസ് എടുക്കുക. ഇപ്പച്ചി നമ്മളെ കൂടെ ചേർന്നുണ്ട്. ഇപ്പച്ചി എന്താണ് ചെയ്യണത്? ഞാൻ പപ്പായ നമ്മുടെ സ്വന്തം വളപ്പിൽ വീട്ടിലുണ്ടായ റെഡ് ലേഡി ഒരു കൃത്രിമം ചേർക്കാത്ത തികച്ചും 100% പ്യുവർ ജൈവവളം ഉപയോഗിച്ചുകൊണ്ടുണ്ടായ ഇതാണ്. ഈ നോമ്പിന് കണക്കാക്കി അത് വിളവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസത്തിനുമുള്ള കർമൂസ നമ്മളെ ഇതുപോലെ കിട്ടും. വാങ്ങേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ നട്ട്. അതെ. ഇതിൻ്റെ സ്പാനിഷ് നെയിം എന്താ അറിയാം ഇപ്പച്ചിക്ക്? പപ്പായൻ്റെ പപ്പായ പഴങ്ങളുടെ രാജാവാണ്. എനിക്കറിയാം. നല്ലതാണ്. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പപ്പായ വയറിന് ചെല്ലണത് വൈദ്യന്മാർ പറയുന്നത് ഏറ്റവും നല്ല ശോധനക്ക്, അതുപോലെ തന്നെ ക്ലിയർ മോഷന്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയല്ല വൻകുടൽ, ചെറുകുടൽ തുടങ്ങിയുള്ള എല്ലാ അവയവങ്ങളെയും തലോടി പോകുന്ന സംഗതിയാണ്. അതെ. ഇപ്പം ഇനി നമ്മളടുത്ത് നമുക്ക് സോസ് ഇട്ട് കൊടുക്കുക. നമ്മൾ സോസ് എന്താ വെച്ചാൽ നമ്മൾ വെറുതെ എല്ലാവരും സോസ് ഇങ്ങനെ മിക്സാക്കി ഇങ്ങനെ വയ്ക്കുകയാണ് ചെയ്യുക. അതിന് പകരം നമ്മൾ സോസ് ഇപ്പോഴേ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എന്നാൽ പിന്നെ ആ സോസ് പിന്നീട് നമ്മളൊരു ഇതിനേക്ക് നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. മറ്റേ കഴിക്കുമ്പോൾ ചിലയിൽ സോസ് ഉണ്ടാവും, ചിലയിൽ സോസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. നമ്മൾ സോസ് ഇപ്പോഴേ ഇട്ടിട്ട് നമ്മൾ ചിക്കനൊക്കെ മസാല തേക്കില്ല, അതേമാതിരി സോസ് ഇപ്പോഴേ ഇട്ടിട്ട് ഫുൾ മസാല തേച്ച് വെക്കും നമ്മൾ. അവിടെ പറഞ്ഞ പിന്നെ 20 രണ്ടെണ്ണം വാങ്ങാൻ പറയും. 20 വലുത് വാങ്ങണം, വലുത് ഗ്യാസ് പോകും. 20 രണ്ടെണ്ണം വാങ്ങാൻ അപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെ നോമ്പിനായിട്ട് കാര്യം പറയാതിരിക്കാൻ നിർവാഹമല്ലല്ലോ. നമ്മളെ കിച്ചണ് വളരെ ഫ്രീ ആണ്, സ്വതന്ത്രമാണ്. അതാണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അത് പിന്നെ ചിലയിടങ്ങളിൽ എങ്ങനെയോ വന്നുപെട്ട ഒരു സംഗതിയാണ്. സ്ത്രീകളാണ് അടുക്കള ഭരിക്കേണ്ടത്, സ്ത്രീകളാണ് അടുക്കളയിൽ ഉണ്ടാക്കേണ്ടത്, അവരവസാനം കഴിക്കേണ്ടവരാണ്. നമ്മുടെ കിച്ചണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കഴിക്കുക. അതാണ് ഒത്തൊരുമൻ്റെ മാത്രമല്ല, അതങ്ങനെ ഒരു കൂടിയാണ്. ഇന്നിപ്പം പിന്നെ നമ്മൾ സ്ത്രീ സമത്വം, ലിംഗനീതി ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ കിച്ചണ് പിന്നെ ഓരോ ആളുകളും അവനെക്കണ്ട് കഴിയുന്ന ഒന്നിപ്പോൾ തീച്ചുവിൻ്റെ വകയാണ് ഇന്നത്തെ ഡിഷ്. ഹനാന് കഴിഞ്ഞ ദിവസം നാവുന്നിപ്പോഴും പോകണില്ല, ഇനി വീണ്ടും ഉണ്ടാക്കണം ആ സംഗതി. പൈനാപ്പിളിൽ ഉണ്ടാക്കിയ എന്തായാലും പറയാം കുൻഹുലിയോ പപ്പട് മുപ്പട് തടുവോട് പപ്പട് നോമ്പറത്ത് പറയുന്നതിനെ കഴിയില്ല, നാവൊക്കെ കൂട്ടിമുട്ടണേ. അപ്പോൾ അതാണ് സംഗതി. പിന്നെ അപ്പോൾ അടുക്കളയിൽ ഒരു ഭാഗത്തുള്ളത് ഉമ്മച്ചിനെ കൊണ്ട് കഴിഞ്ഞ മുച്ചി ചെയ്യണത്, ഞങ്ങളെ കൊണ്ട് ചെയ്യണത്. പാപ്പീഫ് പിന്നെ അങ്ങാടി പോയിട്ട് വിളിച്ചു വയ്ക്കണത്, ഇനി എന്താ വേണ്ടത്. അങ്ങനെ എല്ലാവരും നോമ്പ് തുറക്കാൻ സമയത്തേക്ക് ഈ തീന്മേശ സജീവമാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും കൂട്ടായ പ്രയത്നത്തിലാണ്. വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കുറ്റപ്പെടുത്തിക്കാണ്ട് മജി സ്കൂളിൽ പോണതൊക്കെയാണ്, കുറ്റപ്പെടുത്തിക്കാണ്ട് മടി ഉണ്ടാക്കി തെറ്റേന്നൊക്കെ പറഞ്ഞാൽ അവിടെ AC ഇട്ട റൂമിൽ അങ്ങനെ കിടന്ന് വാങ്ങി കൊടുക്കാൻ നേരത്തെ എണീറ്റ് വന്ന് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് മനസ്സ് അനുവദിക്കൂല. അതിന് തിന്നാൽ അങ്ങനെ തിന്നാൽ നോമ്പറക്കാൻ മനസ്സിന് സമാധാനം കിട്ടില്ല, ഇറങ്ങൂലെന്ന് അറിയട്ടെ. അങ്ങനെ പറയാം, മനസ്സിന് സമാധാനം അതാണ്. അങ്ങനെ നമുക്ക് ഇറങ്ങൂല. അപ്പം ഇനി നമ്മൾ ഫ്രൈസ് നമ്മളവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അറിയില്ല 2 ലെയറായിട്ട് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് തന്നെ നമ്മളത് മസാല നമ്മൾ മിക്സ് ചെയ്തിട്ടാണ്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. നമ്മൾ അത് കോരി മറ്റേക്ക് ഇട്ടാളി, എന്നാൽ ചൂടാറിക്കോളൂ. ചെറിയ ചെറിയ പീസാക്കി വെക്കണം. 2ാമത്തെ ലെയർ.
പിന്നെ നമ്മൾ അടുത്ത പണി എന്ന് വെച്ചാൽ കുറച്ച് പെരി പെരി ഇട്ട് കൊടുക്കുക. പിന്നെ അത് ഉറങ്ങുക. അത് ഇങ്ങനെ തന്നെ എടുത്തൂറ ഉറങ്ങുക. മോട്ടർ ചെയ്യും. ഇന്നലെ രാത്രി ഇട്ടിരുന്നു ഉപയോഗിക്കട്ടെ. ഒറിഗാനോ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സീസണിങ് ചെയ്ത് കൊടുക്കുക. കിലോ പേര നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഈ 2 സാധനം ഇതിലേറെ വലിപ്പം വെക്കും. ഇനി വവ്വാല് കൊണ്ടുപോയി ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളവിടെ തൊടുകൂടെ ഇറങ്ങി നോക്കണേ. നല്ല ക്രിക്കറ്റ് കളിച്ച് അതിൻ്റെ വണ്ടിക്കൊക്കെ ധരിച്ചു കിട്ടാൻ നല്ലതേ. അപ്പോൾ അതാണ് കിലോ പേര. ഇന്നത്തെ ഒരു ഐറ്റത്താണ്. ഇതെങ്ങനെ എത്ര വലിപ്പമാണ് അപ്പോൾ? ഏത് നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ പേരൊക്കെ കിട്ടും ഒരു കൊടുന്ന്. പക്ഷേ അത് വിശിട്ടുണ്ടാക്കും. ഇത് വിഷടാതുണ്ടാക്കണം അല്ലേ? വെറും ജൈവ വളങ്ങൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കണം നമ്മുടെ സ്പെഷ്യൽ ഡിഷ്. ചാക്കിലൂടെ ചാരിപ്പേരി നമുക്ക് ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിൽ അവിടെ ഇവിടെ ഇട്ട് കൊടുക്കാം. ഇത് ഉള്ളി റോസാണ്, പുറത്ത് വൈറ്റ്, ഉള്ളിൽ റോസ്. നല്ല ഇനാണ്, നല്ല ടേസ്റ്റിയാണ്. ജൈവ കൃഷിയിൽ അവാർഡ് നേടിയ അധ്യാപക ദമ്പതിമാരാണ് ഞങ്ങൾ രണ്ടുപേരും, ഞാനും വൈഫും കേട്ടല്ലോ. അതിന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ നമ്മൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ ഉണ്ട്. നമുക്ക് വേണം ഇതിൻ്റെ ഇടയിൽ നമുക്ക് കാണിച്ചു തരാം. നൂറാ എടുക്ക്, പാത്രം എടുക്ക്, ചെറിയ പാത്രം. അപ്പോൾ നമ്മൾ ചിക്കനും റൈസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചീസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ചീസ് ലവർ ആയതുകൊണ്ട് തന്നെ ചീസ് നമ്മളൊരു കുറവ് വരുത്തിട്ട് ചിക്കൻ കാണരുത് അങ്ങനെ തരണം ചീസ്. അതിന് മാത്രം ചീസ് കിട്ടില്ല. ഇതെന്താ ചീസ് ഇട്ട് തരാത്തത്? ഈ പാത്രമൊക്കെ ഇടുന്നിട്ട് എന്തിലോ കുക്കണോ? ഓവനിലോ? 2 ലെയർ ഉണ്ട് ചോദിച്ചു. 2 ലെയർ മസ്റ്റാണ്. ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു കുറവ് കിട്ടി. ഞാൻ നിൽക്കണല്ലേ എവിടെ? ഓ താങ്ക് യു. ഇപ്പം തന്നെ അല്ലേ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ കിട്ടുന്നത്. നമ്മളവിടെ കാര്യമൊക്കെ തന്നെ ചേർത്തായോ? ഓ നമുക്ക് ആലോചിക്കാം. അതെ അതെ അതെ. ഇന്നലെ എളുപ്പമാണോ? ഇനിയൊന്നും വേണ്ട. ആദ്യം കഴിക്കണം അതിനെ പറ്റി ആലോചിക്കാം. കഴിച്ച് ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ കഴിച്ച് ഹെൽപ്പ് ചെയ്തത് വരമ്മ. അടുത്ത ലെയർ നമ്മളിത് അടുത്ത ലെയർ ഇതേപോലെ തന്നെ പൊരിച്ച പ്രൈസിൽ സോസൊക്കെ ആക്കി വെച്ചത്. കൈയൊക്കെ നമ്മൾ വൃത്തിയുള്ള കൈമാരി പിടിക്കുന്നത്. റെഡി. നോർഡൻ ഫ്രൈസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ സാധനം എടുത്ത് റെഡിയായി. ഞാൻ മസാലയൊക്കെ എടുത്തിട്ട് ഓയിലിൽ വെക്കാൻ നമ്മൾ ചെറിയ പരിപാടിക്ക് മാത്രം കൊടുക്കാം. പറയുകയാണെങ്കിൽ എക്സ്ട്രാ ചീസ് ആക്കിയിട്ടാണ്. അതൊക്കെ ഇഷ്ടമാണ് ചീസ്. നമ്മൾ അതിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഇട്ടു. ഇതൊരു 10 കഴിക്കാനുള്ള ക്വാണ്ടിറ്റി എന്തായാലും കേട്ടോ. ലുക്കൊക്കെ നമ്മളങ്ങനെയല്ല, പാളിന് ഡിഷ് നമ്മൾ ട്രൈ ചെയ്യില്ല. സ്ഥിരമായിട്ട് പരിചയമുള്ളൂ. അതെ, ഒന്നും നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ട അത്രക്കും ഭയങ്കര ഡിഷല്ല. ഇന്ത്യൻ മെയ്ഡാണ്. ഓട്ടോ എപ്പോഴാണ് പോകുമ്പോൾ കേട്ടോ.
നല്ല ലുക്ക് സാധനം. ഗ്രേറ്റയിലാണ് പണിൻ്റെ മോനെ. ഈ കടയിലുണ്ട്. ഷെഫ് അങ്ങനെ പറയാൻ പാടില്ല. ഷെഫായി പോയി. മഞ്ഞപ്പത്തക്ക വരാൻ പറയടാ. ചൊരിഞ്ഞ് വെച്ചളഞ്ഞ അതിനെ നേരമുള്ളൂ. വേഗം സമയമില്ല. കഴിച്ചപ്പോൾ നമ്മളെ സാധനം റെഡിയാണ്. ചീസ് ഇട്ടിട്ട് നമ്മൾ പുതപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ ഓവൻ കൊണ്ട് വെക്കാം. നമുക്കൊരു 10 മിനിറ്റ് ഓവൻ വെക്കാം. പുതിയ ടീഷർട്ടാണത്. മണ്ടന്മാരെ അടിയിട്ട് പോയി കിട്ടില്ല. എനിക്കറിയാം, അത് ഞാനല്ല കേട്ടോ. പൊള്ളി ചൂടായുണ്ടോ? അപ്പൊ പൊള്ളി ചൂടായതൊന്നുമല്ല, കരിഞ്ഞ് ഇതാണ്. അതങ്ങനെ പൊള്ളുക ചെയ്യാൻ സാധനം ഇപ്പൊ പോയി. പൊക്കപ്പാടെ പോയി. ഗൈസ് നമുക്ക് നമ്മളെ സാധനം ഞങ്ങൾക്ക് വെളിച്ചത്തിൽ കാണിച്ചു തരാം. ബാ ആ ടെക്സ്ചർ നോക്ക്. എൻ്റെ മോനെ എന്താ എനിക്ക് അടിച്ചാല് അതവിടെ വെക്ക്. ജയ്സേദേ ഓർഡർ. ജയ്സേദേ പറഞ്ഞ ഓർഡറാണ് ഇന്ത്യയിൽ. ഒരു തമ്മിൽ എടുക്കണം. എന്നിട്ട് എടുത്താ പോലെ എന്നാ തമ്മിൽ എടുക്കാം. എല്ലാവരും നിൽക്കി. ഗൈസ് ഇനി അടുത്തതായി നമ്മളത് ടേസ്റ്റിംഗ് സെഷനാണ്. എല്ലാവരും എടുക്കുക, കഴിക്കുക. ഓ നമ്മൾ ടേസ്റ്റ് ചെയ്യും. അത് പിന്നെ ഉണ്ട് മതി. ഒന്നൊക്കെ വന്നിട്ടോ, ഓവറാക്കണ്ട. സെറ്റല്ലേ? ആ നമ്മൾ ആർക്കും ഒന്നും നെഗറ്റീവ് ഇവിടെ ഒന്നും പറയണം കൂടി. കുറച്ച് ഇമ്മച്ചി കിട്ടെടുക്കട്ടെ. നിങ്ങൾ കഴിക്കുമ്പോ ഇങ്ങനത്തെ നമ്മളെ വീഡിയോ എടുത്തോണ്ട് നിഹാൽ ഉണ്ട് കഴിയുന്നില്ല. ഞാൻ തന്നെ ഒന്നോട്ടെ. അടിപൊളി. എനിക്കും പലവട്ടം തോന്നി. പിന്നെ ഉണ്ടാക്കണേ 3 മണിക്കൂറിന്റെ നയിപ്പുണ്ട് ഉണ്ടാക്കണേ. അങ്ങനെ കൊറേ പെണ്ണുങ്ങൾ വരും. സൽമാനിന്റെ കടയിച്ചായി ഞാൻ പടക്കട്ട് പൊട്ടിക്കും. മോനെ എവിടുക്കത്തെ അച്ചോളം കാക്കക്കൂട്ടിന് കല്ലിട്ട മതി. കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. നൂറന്റെ അസിസ്റ്റന്റ് ഷെഫേ. അപ്പോൾ ഓളൊരു കൈപ്പുണ്യം ഇതിലുണ്ടാവില്ല നൂറ? ചീസ് ഉണ്ടാക്കി വരുന്നതാ. ചീസ് ഉണ്ടാക്കിയതല്ലേ? രണ്ടു വാക്ക് പറയും. 2
എന്താ കാമാന്ന് 2 വാക്കിൽ ഒതുങ്ങൂല അതിനെ പറ്റി പറയുകയാണെങ്കിൽ. കഴിച്ചപ്പോൾ എല്ലാവരും കഴിച്ചുകൊടുക്കുകയാണ്. അപ്പോൾ ഈ വ്ളോഗ് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മൾ ഈ ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ തന്നെ കഴിയാനായി. മസ്റ്റ് ട്രൈ ആയിട്ടാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് സാധാ ലോട്ടർ ഫ്രൈസ് അല്ല, ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ കാട്ടുക്ലാസ് ലോട്ടർ ഫ്രൈസ് ആണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.